ആരാണ് ജെസ്യൂട്ട് പുരോഹിതന്മാർ? ഈശോ സഭ എന്താണ്? നിങ്ങൾ പലവട്ടം എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാവും, ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇവരാരാണ്? ഇവിടെ പ്രവർത്തനങ്ങൾ എന്താണ്? ഇവർ ഈ നാട്ടിൽ വന്നിട്ടുണ്ടോ? അവർ ഇന്ത്യയുടെ, കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ പരിഷ്കരണത്തിൽ അവരെന്ത് ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്? അത് നാം പരിശോധിക്കേണ്ടതാണ്. അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ജെസ്യൂട്ട് പുരോഹിതന്മാരുടെ സംഭാവനകൾ ഈ നാടിനെ ആധുനികവൽക്കരിക്കുന്നതിൽ എന്തൊക്കെ സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത്? ചരിത്രത്തിൽ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? ചരിത്രത്തിൽ അത് തമസ്കരിക്കപ്പെട്ടിട്ടുണ്ടോ? അത് നമ്മൾ പരിശോധിക്കുക തന്നെ വേണം. അതാണ് നാം വിശകലനം ചെയ്യുന്നത്. നമ്മളങ്ങനെ നമ്മളായി. കേരളത്തിലെ നവോത്ഥാന ചരിത്രം പല ഘട്ടങ്ങളിലൂടെ അടയാളപ്പെടുത്തിയതാണ്. ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് നടന്നതല്ല നവോത്ഥാനം. പല ഘട്ടങ്ങളിലൂടെ, പല സമരങ്ങളിലൂടെ, പലതരത്തിലുള്ള ഇടപെടലുകളിലൂടെ, വിമോചന പോരാട്ടങ്ങളിലൂടെ നടന്നതാണ് കേരളത്തിൻ്റെ നവോത്ഥാന സാംസ്കാരിക ചരിത്രമെന്ന് പറയുന്നത്. ആ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് മിഷണറിമാർ തന്നെയാണ്. ആ നവോത്ഥാനം ആരംഭിച്ചത് ബൈബിളാണ് എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. എല്ലാവർക്കും അതറിയാം. അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെയാണ് ഓരോരുത്തർ അതിൽ ഉൾച്ചേരുന്നത്. അതാണ് അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അതിൻ്റെ ഒന്നാം ഘട്ടമായി ഈ നാട്ടിലെത്തിയ മിഷണറിമാരാണ് ജെസ്യൂട്ട് മിഷണറിമാർ എന്ന് പറയുന്നത്. 1542 ഇവിടെ ഫ്രാൻസിസ് സേവർ എത്തുന്നുണ്ട്. 1701 അർണോസ് പാതിരി എത്തുന്നുണ്ട്. പിന്നീട് നമുക്കറിയാം ഉദയംപേരൂർ സുനകദോസിൽ അയിത്തത്തിനെതിരെ, അൺടച്ചബിലിറ്റിക്കെതിരെ കൃത്യമായ ഒരു നിലപാട് ഉദയംപേരൂർ സുനകദോസിൽ 1599 എടുക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് 1806 മുതൽ 1901 വരെയുള്ള കാലഘട്ടങ്ങൾ കത്തോലിക്കരല്ലാത്ത പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ, പ്രത്യേകിച്ച് ആംഗ്ലിക്കൻ മിഷണറിമാരുടെ പ്രവർത്തനമാണ്. അത് 1806 മുതൽ 1901 വരെയാണ്. 1806 ലണ്ടൻ മിഷണറിമാരെത്തുകയാണ്. അവിടെ പ്രവർത്തന മേഖല അങ്ങ് തിരുനെൽവേലി മുതൽ ഏനാത്ത് പാലം വരെ, കല്ലടയാറ് വരെയാണ്. 1816 ചർച്ച് മിഷൻ സൊസൈറ്റി CMS മിഷണറിമാരെത്തുകയാണ്. അത് കല്ലടയാറ് മുതൽ, അല്ലെങ്കിൽ ഏനാത്ത് പാലം മുതൽ അങ്ങ് ഭാരതപ്പുഴ വരെയുള്ള സ്ഥലമാണ്. 1839 ബാസൽ ഇവാഞ്ചലിക്ക മിഷൻ, ബാസൽ മിഷണറിമാർ എത്തുകയാണ്. അത് ഭാരതപ്പുഴ മുതൽ അങ്ങ് മംഗലാപുരം വരെയാണ് അവരുടെ പ്രവർത്തന മേഖല. ഇങ്ങനെ 3 പ്രവർത്തന മേഖലകളായി 1806 മുതൽ 1901 വരെ സത്യവേദ പുസ്തകം കയ്യിൽ കിട്ടുന്ന, മലയാളത്തിൽ കിട്ടുന്ന കാലഘട്ടം വരെ വളരെ വിപുലമായൊരു പ്രവർത്തന മേഖലയായിരുന്നു പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത ഘട്ടമാണ് മിഷണറിമാർ ചെയ്ത് അവസാനിപ്പിച്ച ആ ഘട്ടത്തിന് ശേഷം ആണ് സാമുദായിക ആചാര്യന്മാർ രംഗത്ത് വരുന്നത്. അല്ലെങ്കിൽ ആ നവോത്ഥാനം പിന്നീട് സാമുദായിക പരിഷ്കരണമായി മാറുകയാണ്. വിവിധ സമുദായങ്ങൾക്കിടയിൽ പ്രവർത്തനമായി മാറുകയാണ്. വൈകുണ്ഠസ്വാമികൾ, അതുപോലെ തന്നെ തൈക്കാടയ്യ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, കുറുമൻ ദൈവത്താൻ, വാഗ്ഭടാനന്ദൻ, KP വള്ളോൻ, അതുപോലെ തന്നെ പാമ്പാടി ജോൺ ജോസഫ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി, അതുപോലെ തന്നെ വിവിധങ്ങളായ പ്രവർത്തകർ, ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, ഇങ്ങനെ വിവിധങ്ങളായ പൊയ്യലപ്പച്ചൻ, ശുഭാനന്ദ ഗുരു, ഇങ്ങനെ വിവിധങ്ങളായ സാമുദായിക പ്രവർത്തകർ, സാമുദായിക ആചാര്യന്മാർ അവരുടെ സമുദായങ്ങളിലെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് രംഗത്തുണ്ട്. ഇതാണ് അടുത്ത ഘട്ടം.
ഈ നവോത്ഥാനത്തിൻ്റെ അടുത്ത ഘട്ടമാണ് ജനാധിപത്യ കർഷക പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നത്. അപ്പം മിഷണറിമാർ ഉഴുതുമറിച്ച നവോത്ഥാനത്തിൻ്റെ മണ്ണ്. പിന്നീട് വരുന്നത് സാമുദായിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി രംഗത്ത് വരുന്ന ശ്രീനാരായണ ഗുരു അയ്യങ്കാളി പ്രസ്ഥാനങ്ങൾ, വൈകുണ്ഠസ്വാമികളുടെ സമത്വ സമാജം പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, ഈ സാമുദായിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നവോത്ഥാനം ഏറ്റെടുക്കും. ഇവരെല്ലാവരും ഉഴുതുമറിച്ച മണ്ണിലാണ് പിന്നീട് ജനാധിപത്യ പ്രസ്ഥാനമാകട്ടെ 1957 ആദ്യത്തെ ജനാധിപത്യ സർക്കാർ കേരളത്തിൽ വരുന്നു. ജനാധിപത്യ ഇടതുപക്ഷ കർഷക പ്രസ്ഥാനങ്ങൾ ആ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയായി വരികയാണ്. പിന്നീട് നവോത്ഥാനത്തിന് തുടർച്ച ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ വിമർശനപരമായി പരിശോധിക്കേണ്ട വിഷയം. അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് നവോത്ഥാനം നടക്കുന്നത്. നവോത്ഥാനം അടയാളപ്പെടുത്തുന്നത് വിവിധ ഘട്ടങ്ങളിലായിട്ടാണ്. ആ വിവിധ ഘട്ടങ്ങളിലൂടെ നടന്ന നവോത്ഥാന പ്രക്രിയയുടെ, നവോത്ഥാന പരിശ്രമങ്ങളുടെ, പോരാട്ടങ്ങളുടെ ഒരു ചരിത്രമാണ് കേരളത്തിൻ്റെ പുരോഗമന സ്വഭാവമുള്ള വിമോചന പോരാട്ടങ്ങളുടെ, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഏറ്റവും വിപുലമായ ഏട് എന്ന് പറയുന്നു. അതിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജെസ്യൂട്ട് മിഷണറിമാരുടെ, ഈശോ സഭയുടെ ഇടപെടൽ വളരെ ദൃശ്യമായതും മനോഹരമായ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആരാണ് ജെസ്യൂട്ട് പുരോഹിതന്മാർ? ആരാണ് ഈശോ സഭ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാവും. കത്തോലിക്കർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റോമൻ കത്തോലിക്കർ എന്ന് പറയുമ്പോൾ, കത്തോലിക്ക സമൂഹം എന്ന് പറയുമ്പോൾ വേഗം മനസ്സിലാവും. പക്ഷേ ജെസ്യൂട്ട് പുരോഹിതന്മാർ അല്ലെങ്കിൽ ഈശോ സഭ എന്ന് പറയുമ്പോൾ സഭാചരിത്രം അറിയാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ അറിയത്തില്ല. നമുക്കറിയാം, കത്തോലിക്ക സമൂഹത്തിനിടയിൽ ഒട്ടനവധി സന്യാസ സമൂഹങ്ങളുണ്ട്, ഒട്ടനവധി സേവന പ്രവർത്തനങ്ങളുണ്ട്, പ്രവർത്തകരുണ്ട്. അതിലൊരു വിഭാഗമാണ് ജെസ്യൂട്ട് പുരോഹിതന്മാർ എന്ന് പറയുന്നത്. മാർട്ടിൻ ലൂഥറിൻ്റെ നേതൃത്വത്തിലുണ്ടായ പ്രൊട്ടസ്റ്റന്റ് നവോത്ഥാനത്തിന് കൃത്യമായി അത് കൗണ്ടർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ എതിർ നവീകരണത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്നൊരു നവീകരണ ഉൽപ്പന്നമാണത് ജെസ്യൂട്ട് പുരോഹിതന്മാരെന്ന് പറയുന്നത്. അത് 1540 കൃത്യമായി സജീവമാകുന്നു. 1542 അതിൻ്റെ രൂപീകരണം കൃത്യമായി സജീവമാകുകയാണ്. ലയോള, നമുക്കറിയാമല്ലോ, ലയോള ശിഷ്യന്മാരെ ചേർത്തുകൊണ്ട് കൃത്യമായി അതിൻ്റെ ഒരു ഗ്രൂപ്പിനെ തന്നെ, സമൂഹത്തെ തന്നെ രൂപീകരിക്കുന്നു. അത് ജീസസ് സൊസൈറ്റി, അല്ലെങ്കിൽ യേശുവിൻ്റെ സമൂഹം എന്നുള്ള നിലയിൽ ഒരു സമൂഹമായി അത് രൂപവൽക്കരിക്കപ്പെടുകയും അത് ഒരു പ്രസ്ഥാനവൽക്കരിക്കപ്പെടുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ജീസസ് സൊസൈറ്റി അല്ലെങ്കിൽ യേശുവിൻ്റെ സമൂഹം ലോകത്തെമ്പാടും പ്രവർത്തിക്കുകയാണ്. വിമോചന ദൈവശാസ്ത്രത്തെ ദാർശനിക അടിത്തറയായി കണ്ടുകൊണ്ട് ആശ്രമ സന്യാസത്തിൻ്റെ ചിന്താധാരയിൽ നിന്ന് മാറി ഒരു സേവന സന്യാസം, അവർ സേവനങ്ങളിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും ആരോഗ്യ മേഖലകളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെട്ടുകൊണ്ട് ആശ്രമ സന്യാസം എന്ന് പറയുന്ന ഒരു ചര്യയിൽ നിന്നും ധാരയിൽ നിന്നും മാറി സേവന സന്യാസം ജീവിതചര്യയായി ഏറ്റെടുത്ത ഒരു സമൂഹമാണ് ജെസ്യൂട്ട് പുരോഹിതന്മാർ അല്ലെങ്കിൽ ഈശോ സഭ എന്ന് പറയുന്നത്. സർവാധീനനായ പോപ്പ് മാർപ്പാപ്പ, അർജന്റീനക്കാരനായ യൂറോപ്പിന് പുറത്തു നിന്ന് വന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഈശോ സഭയുടെ ഭാഗമാണ് എന്ന് നമുക്കറിയാം. ഫ്രാൻസിസ് സേവ്യർ, അർണോസ് പാതിരി, ഇവരെല്ലാവരും ഈശോ സഭയുടെ ഭാഗമായി അല്ലെങ്കിൽ ജെസ്യൂട്ട് പുരോഹിതന്മാരായി ഈ നാട്ടിൽ പ്രവർത്തിക്കാൻ വന്നവരാണ്. സമീപകാലത്ത് നാം കേട്ടൊരു പേരാണ് ഫാദർ സ്റ്റാൻ സ്വാമി എന്ന് പറയുന്നത്. ഫാദർ സ്റ്റാൻ സ്വാമി ഈശോ സഭയുടെ ഭാഗമാണ്. ഛത്തീസ്ഗഡിലെ, ജാർഖണ്ഡിൽ ആദിവാസികൾക്ക് വേണ്ടി അവരുടെ ജീവൻ മരണ പോരാട്ടം, സ്വന്തം ഭൂമിയിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവർ കനിമാഫിയയുടെ, ഭൂമാഫിയയുടെ ശക്തമായ ഭീകരതയും അടിച്ചമർത്തലും സഹിക്കവയ്യാതെ പിറന്ന മണ്ണിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർ. അതായിരുന്നു ജാർഖണ്ഡിലെ
ഈ ആദിവാസികളെന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി ശക്തമായി പോരാടുകയാണ്. കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് UAPA ചുമത്തി നൂറുകണക്കിന് ആദിവാസി ചെറുപ്പക്കാരെയായിരുന്നു ജാർഖണ്ഡിൻ്റെ ജയിലുകളിൽ ഭരണകൂടം അടച്ചത്. ഭരണകൂടത്തിൻ്റെ ഏറ്റവും ക്രൂരമായ ഭരണകൂട ഭീകരത അനുഭവിച്ച ജാർഖണ്ഡിലെ പാവപ്പെട്ടവരായ ആദിവാസികൾ, ആ ജയിലിൽ കിടക്കുന്ന നിരപരാധികളായ ആദിവാസികൾക്ക് വേണ്ടി സമരം ചെയ്തു സ്റ്റാൻ സ്വാമി. അദ്ദേഹം ഒരു ജസ്യൂട്ടി പുരോഹിതനാണ്. വിമോചന പോരാട്ടത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ സമരത്തെ അടിച്ചമർത്താൻ, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനം അടിച്ചമർത്താൻ അർബൻ നക്സലൈറ്റ് എന്ന് ചാപ്പകുത്തി അദ്ദേഹത്തെ കള്ളക്കേസെടുത്ത് ജയിലിലടയ്ക്കുകയും പിന്നീട് അതിദാരുണമായി ജയിൽ വെച്ച് അദ്ദേഹം മരണമടയുകയാണ് ചെയ്തത്. അദ്ദേഹവും ഈശോ സഭയുടെ ഭാഗമായി ജസ്യൂട്ടി പുരോഹിതനായി നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നവോത്ഥാന ചരിത്രത്തിൻ്റെ ഇടപെടലുകൾ, ഈ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ചരിത്രത്തെ പ്രശോഭിതമാക്കുന്നതിൽ ജസ്യൂട്ടി പുരോഹിതന്മാരുടെ, ഈശോ സഭയിലെ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. 1542 എന്നൊക്കെ പറയുമ്പോൾ ഈ നാട് എങ്ങനെയായിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം. 2022 നാം ഇത് സംസാരിക്കുമ്പോൾ 1542, 1701 എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട് എവിടെ നിൽക്കുന്നു? ഇതുപോലെ ഒരു തരത്തിലുള്ള കേരളമായിരുന്നു അത്. 1500 എന്നൊക്കെ പറയുന്നത് വികസിക്കാത്ത ഒരു നാട്. എല്ലാ തരത്തിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊടികുത്തി വാണ ഒരു നാട്. വിദ്യാഭ്യാസവും വിവരവും നിഷേധിക്കപ്പെട്ട് സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് കരികവൽക്കരിക്കപ്പെട്ടു പോയ ഒരു കൂട്ടം പ്രാന്ത സമൂഹം അലഞ്ഞിരിഞ്ഞ് നടന്ന ഏറ്റവും പ്രാകൃതമായൊരു നാടായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കേരളമെന്ന് കേട്ടാൽ രക്തം തിളക്കണമെന്നൊക്കെ നമ്മൾ കവികൾ പാടിയിട്ടുണ്ട്. ഭാരതമെന്ന് കേട്ടാൽ നമുക്ക് അഭിമാനമല്ലായിരുന്നു ഉണ്ടാകുന്നത്. കേരളമെന്ന് കേട്ടാൽ നമുക്ക് അഭിമാന പുരസ്സരം നമ്മുടെ രക്തം നമ്മുടെ ഞരമ്പുകളിൽ തിളയ്ക്കുകയില്ല. അതാണ് കേരളത്തിൻ്റെ പഴയ പ്രാകൃത ചരിത്രം. അതാണ് ഇന്ത്യയുടെ പഴയ മോശപ്പെട്ട ചരിത്രം എന്ന് പറയുന്നത്. നമ്മൾ ലോക സമസ്ത സുഖിനോഭവം എന്നൊക്കെ പറയും. ആളുകളത് പറയും, അർത്ഥമറിയാതെ പറയും. ബ്രാഹ്മണനും പശുവിനും സുഖമാണെങ്കിൽ ലോകത്തിന് മുഴുവൻ, നാടിന് മുഴുവൻ, രാജ്യത്തിന് മുഴുവൻ സുഖമാണെന്നാണ് അത് പറയുന്നത്. ആർഷഭാരത സംസ്കാരവും നമ്മൾ പറയും, സമ്പന്നമായ സംസ്കാരം എന്ന് പറയും. അമേരിക്കയിലെ മതസമ്മേളനത്തിൽ അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ നടത്തിയ ഒരു ഉജ്ജ്വലമായ പ്രഭാഷണമുണ്ട്. അവിടെ ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ച് അദ്ദേഹത്തെ വാതോരാതെയാണ് അദ്ദേഹം പറയുന്നത്. അത് കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നും അത്രയ്ക്ക് മഹത്തരമാണ് നമ്മുടെ സംസ്കാരമെന്ന്, അത്ര മനോഹരമാണ് ഇന്ത്യയുടെ പൈതൃകം, പാരമ്പര്യം എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയാണോ? ഒരിക്കലുമല്ലായിരുന്നു. ഏറ്റവും മോശപ്പെട്ട ജാതി വ്യവസ്ഥയുടെ കിരാതമായ മർദ്ദനങ്ങൾ അനുഭവിച്ച ആളുകൾ, പാമ്പിനും പഴുതാരയ്ക്കും സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരു നാട്. റോഡിലൂടെ കാളയ്ക്കും കഴുതയ്ക്കും പോകാം, മനുഷ്യന് വിലക്കപ്പെട്ടിരുന്നു. പൊതുക്കിണറ്റിലെ വെള്ളം നായ്ക്കും നരിക്കും കുടിക്കാം, മനുഷ്യന് വിലക്കപ്പെട്ടിരുന്നു. എല്ലാ തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് പിച്ചു ചീന്തപ്പെട്ട മനുഷ്യരുടെ നാടായിരുന്നു ഇത്. അങ്ങനെ കണ്ണൻ ചിരട്ടയിൽ കഞ്ഞി കുടിക്കേണ്ടി വന്ന അടിയാളന്മാരുടെ നാടായിരുന്നു നമ്മുടെ നാടെന്ന് പറയുന്നത്. ആ നാട്ടിലേക്കാണ് മിഷണറിമാരെത്തിയത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ നാടിനെക്കുറിച്ചാണ് ഇത് മനോഹരമാണ്, ഇത് ആർഷ സംസ്കാരം ഏതാണ്ട് ഭേദപ്പെട്ടതാണ്, ഈ നാട് ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു എന്നൊക്കെ നമ്മൾ പുരപ്പുറത്ത് കയറി സോഷ്യലിസം വിളമ്പുന്നത് ഇത് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ അതല്ലായിരുന്നു ചരിത്രം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ രസകരമായൊരു വിഷയമാണ് ഈ 1947 ബ്രിട്ടീഷുകാർ പോയപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുമ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. ബ്രിട്ടീഷുകാർ 47 പോയപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോൾ തിരിച്ചൊരു ചോദ്യം, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നമ്മൾ സ്വതന്ത്രരായിരുന്നോ എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർ പോയപ്പോൾ നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടി, അംഗീകരിക്കുന്നു. പക്ഷേ പ്രസക്തമായൊരു ചോദ്യം, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നമ്മൾ സ്വതന്ത്രരായിരുന്നോ? ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, ഇന്ത്യയിലെ ദളിതുകൾ, ആദിവാസികൾ, ഗോത്രവർഗ്ഗങ്ങൾ സ്വതന്ത്രരായിരുന്നോ? പ്രസക്തമായൊരു ചോദ്യം. അവരാണോ ഇവരെ അടിമകളാക്കിയത്? അല്ല. മനുവാദി നിയമങ്ങളുടെ,
ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അനാചാരങ്ങളുടെ കീഴിൽ അടിച്ചമർത്തപ്പെട്ടു പോയ ഒരു ജനത. മനുസ്മൃതി നിയമങ്ങളുടെയും ബ്രാഹ്മണിക്കൽ ഫിലോസഫിയുടെ നിയമങ്ങളുടെ കിരാത വ്യവസ്ഥയുടെ അവർ മുന്നോട്ട് വെച്ച ധാർമ്മിക നിയമങ്ങളുടെ എല്ലാ തരത്തിലുള്ള തീട്ടൂരങ്ങൾക്ക് അടിമകളായിരുന്ന ഒരു ജനത. അടിച്ചേൽപ്പിക്കപ്പെട്ട ചാതുർണ്യ വ്യവസ്ഥയുടെ പുറമ്പോക്കളിൽ അലഞ്ഞിരിഞ്ഞ് നടന്ന ഒരു ജനത. ആ ജനതയായിരുന്നു ഇന്ത്യയിലെ പാവപ്പെട്ടവർ. അതുകൊണ്ടാണ് ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ 47 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന സന്ദർഭത്തിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവിനോട് പോയൊരു കാര്യം പറഞ്ഞു: നിങ്ങൾ ഇന്ത്യ വിട്ടു പോകുന്നത് എന്നെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ പലരും ബൂർഷാസി എന്നും സാമ്രാജ്യത്വത്തിൻ്റെ ചട്ടകമെന്നും ബ്രിട്ടീഷുകാരുടെ ചാരൻ എന്നൊക്കെ അദ്ദേഹത്തെ അധിക്ഷേപിച്ചത്. എന്തുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇന്ത്യ വിട്ടുപോയാൽ ഇന്ത്യയുടെ ഭരണഭാഗധേയം ആരുടെ കയ്യിലേക്കാണ് കൈമാറുന്നത് എന്നെനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ ഇന്ത്യയിലെ ബ്രാഹ്മണരുടെ കയ്യിലേക്കായിരിക്കും അധികാരം കൈമാറുന്നത്. അത് ഇന്ത്യയിലെ ദലിതുകൾക്ക്, എൻ്റെ സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് എക്കാലവും അത് ദുരിതമായിരിക്കും, തിരിച്ചടിയായിരിക്കും എന്ന് മൗണ്ട് ബാറ്റൻ പ്രഭുവിനോട് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. അത് വാസ്തവമാണെന്ന് വർത്തമാനകാല ഇന്ത്യയുടെ ചരിത്രം നോക്കിയാൽ നമുക്കറിയാം. ജാതി വ്യവസ്ഥയിൽ ശ്രേണിബദ്ധമായി ആരാണ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതും അധികാര രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അതോറിറ്റേറിയൻ സ്റ്റേറ്റ്, മെജോറിറ്റേറിയനിസം ജനാധിപത്യത്തെ എങ്ങനെയാണ് കശാപ്പ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് ഒരു അതോറിറ്റേറിയൻ സ്റ്റേറ്റ് അൾട്രാ നാഷണലിസം കൈകാര്യം ചെയ്യുന്ന ഒരു അതോറിറ്റേറിയൻ സ്റ്റേറ്റ് എങ്ങനെയാണ് ഇന്ത്യയിലെ മൈനോറിറ്റിയെയും ദലിതാദിവാസികളെയും പിന്നോക്ക ജനവിഭാഗങ്ങളെയും ട്രീറ്റ് ചെയ്യുന്നത്, നെഗറ്റീവായി ട്രീറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് മോശപ്പെട്ട ഒരു മേഖലയിലേക്കാണ്, ഭൂപ്രദേശത്തിലേക്കാണ്, ദേശരാഷ്ട്രത്തിലേക്കാണ് ഈ മിഷണറിമാരെത്തുന്നത്, പുരോഹിതന്മാർ എത്തുന്നത്, സന്നദ്ധ പ്രവർത്തകരെത്തുന്നത്. അതിലേറ്റവും മനോഹരമായ പ്രവർത്തനമായിരുന്നു ജെസ്യൂട്ട് മിഷണറിമാർ ചെയ്തത്. അവർ ഇന്ത്യയിലെത്തി 1542. അതിനുശേഷം 1550 54 എത്ര മനോഹരമായ പ്രവർത്തനമാണ്. ഫ്രാൻസിസ് സേവ്യർ ഇന്ത്യയിലെത്തുകയാണ്. അദ്ദേഹം ഗോവയിലെത്തി. പരവ സമുദായത്തിനിടയിൽ വളരെ മനോഹരമായ നിലയിൽ മിഷണറി പ്രവർത്തനമാണ് ഫ്രാൻസിസ് സേവ്യർ നടത്തിയത്. കന്യാകുമാരി മുതൽ തൂത്തുക്കുടി വരെ വിശാലമായ വ്യാപകമായ പ്രവർത്തനങ്ങൾ, പള്ളികൾ സ്ഥാപിച്ചു. വേണാട് മഹാരാജാവ് അദ്ദേഹത്തിന് ധനസഹായം പോലും ചെയ്തു പള്ളികൾ സ്ഥാപിക്കാൻ. കൃത്യമായ പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹം ചെയ്തത്. മണി കിലുക്കിക്കൊണ്ട് അദ്ദേഹം നടക്കുന്നു. മണിയുടെ ശബ്ദം കേട്ട് ഓടിക്കൂടുന്ന മുക്കുവ സമുദായങ്ങൾ, പരവ സമുദായങ്ങൾ, മുക്കുവ സമുദായക്കാരായ സ്നേഹിതർ ഈ മണിയടി കേട്ട് ഓടിക്കൂടും. അവരെല്ലാം ക്രിസ്തുവിൻ്റെ ഉജ്ജ്വലമായ സ്നേഹത്തിൽ ആകൃഷ്ടരാകും. അവരെ അദ്ദേഹം പഠിപ്പിച്ചു. പാട്ടുകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. വിശ്വാസ പ്രമാണവും 10 കൽപ്പനകളും കർത്താവിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹം പരിഭാഷപ്പെടുത്തി. തമിഴിലേക്കും മലയാളത്തിലേക്കൊക്കെ പരിഭാഷപ്പെടുത്തി അവരെ പഠിപ്പിച്ചു. ഞായറാഴ്ച കടലിൽ മീൻ പിടിക്കാൻ പോകരുതെന്ന് അവരോട് പറഞ്ഞു. വെള്ളിയാഴ്ച പിടിക്കുന്ന മത്സ്യത്തിൻ്റെ ഒരു പങ്ക് പള്ളിയിൽ കൊടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ, കടലോരങ്ങളിൽ, കായൽ തീരങ്ങളിൽ, മുക്കക്കുടിലുകളിൽ ആനന്ദമുണ്ടായി, സന്തോഷമുണ്ടായി, ആഹ്ലാദമുണ്ടായി. അങ്ങനെ കേരളത്തിലെ പരവ സമുദായത്തെ, കേരളത്തിലെ മുക്കുവ കുടിലുകളിൽ സന്തോഷം അലതല്ലുവാൻ കാരണമായി തീർന്നത് ഫ്രാൻസിസ് സേവ്യറിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഏതവിടെ മനസ്സിലാക്കണം. വിവിധങ്ങളായ കീർത്തനങ്ങളും പാട്ടുകളും എല്ലാം അദ്ദേഹം പരിഭാഷപ്പെടുത്തി. ഒരു സമുദായത്തിന് പ്രത്യാശ നൽകി, ഒരു സമുദായത്തിന് ആനന്ദം നൽകുന്ന പ്രത്യാശയുടെ കിരണങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായത്. വിദ്യാഭ്യാസ മേഖലകളിൽ മാത്രമല്ല, ആ സമുദായത്തിൻ്റെ വിവിധങ്ങളായ ഉന്നമനത്തിന് വേണ്ടി സ്ഥാപനങ്ങളിലൂടെ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ, പള്ളികൾ സ്ഥാപിച്ചവരെ സംഘടിപ്പിച്ച് സജ്ജരാക്കി അവരുടെ ഇടയിലുണ്ടായിരുന്ന ഒട്ടനവധി അനാചാരങ്ങൾക്കെതിരെ കൃത്യമായി അതിൻ്റെ ദുരീകരണ പ്രവർത്തനങ്ങൾ നടത്തി
ഒരു സമുദായത്തെ മാനവികതയുടെ മനുഷ്യത്വത്തിൻ്റെ മാർഗമായ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും തിളക്കമാർന്ന ആദർശത്തിലേക്ക് അക്ഷരമറിയാത്ത, തമ്മിൽ സംഘർഷപ്പെട്ടുകൊണ്ടിരുന്ന, കടലും കരയുമായി മാത്രം ജീവിച്ചൊരു പ്രാകൃത സമൂഹത്തെ വലിച്ചടിപ്പിക്കുകയും അവരെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മനോഹരമായ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായി, ഒരു വ്യവസായത്തിൻ്റെ ഭാഗമായി, ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി അവരെ മാറ്റിയത് ഈ ഈശോ സഭയുടെ ജെസ്യൂട്ട് പുരോഹിതൻ്റെ, അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പ്രവർത്തനമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമുക്കറിയാം. ഇന്ത്യയുടെ, കേരളത്തിൻ്റെ കടലോരങ്ങളിൽ, ഗോവയിൽ മാത്രമല്ല, അദ്ദേഹം പ്രവർത്തിച്ച ഈ കന്യാകുമാരി മുതൽ തൂത്തുക്കുടി വരെയുള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഇന്ന് കേരളത്തിൻ്റെ കടലോരങ്ങളിലെല്ലാം എങ്ങനെയാണ് സ്വപ്നം കാണാൻ മുക്കു സമുദായത്തിന് കഴിഞ്ഞത്, എങ്ങനെയാണ് ജീവിക്കാൻ, പിറന്ന മണ്ണിൽ കാലൂന്നി നിന്നുകൊണ്ട് സ്വപ്നം കാണാൻ, ജീവിക്കാൻ എങ്ങനെയാണ് സമുദായത്തിന് കഴിഞ്ഞത്. അത് കഴിഞ്ഞത് ക്രിസ്തുവിൻ്റെ സ്നേഹം അവർക്ക് ലഭ്യമായതിലൂടെയാണ്. അത് കഴിഞ്ഞത് യേശുവിൻ്റെ സ്നേഹം അവരിലേക്ക് എത്തിയതിലൂടെയാണ്. ആ സമുദായം ഇന്ന് ശക്തമായ ഒരു മൂവ്മെൻ്റായി മാറിയിരിക്കുന്നു. അവരിന്ന് കേരളത്തിൻ്റെ ഒരു അസറ്റായി മാറിയിരിക്കുന്നു, ഒരു എക്കോണമിയായി മാറിയിരിക്കുന്നു. ആർക്കും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമായി അവർ മാറിയിരിക്കുകയാണ്. ഫ്രാൻസിസ് സേവ്യറിൻ്റെ പിന്നാലെ വന്ന മറ്റൊരു ജെസ്യൂട്ട് പുരോഹിതനാണ് അർണോസ് പാതിരി. അർണോസ് പാതിരി കേരളത്തിൻ്റെ മലയാള ഭാഷയുടെ വികാസത്തിന് കൃത്യമായ പങ്കാളിത്തം വഹിച്ച ഒരു മിഷണറിയാണ്. അദ്ദേഹം അമ്പഴക്കാട്ട് സ്റ്റേ ചെയ്തുകൊണ്ട് താമസിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സെമിനാരി പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വൈദിക വിദ്യാഭ്യാസം, ഈ മേഖലയെല്ലാം വളരെ കൃത്യമായി അദ്ദേഹം വികസിപ്പിച്ചിട്ടുണ്ട്. മലയാള ഭാഷയ്ക്ക് കൃത്യമായി സംഭാവന ചെയ്ത, അതിൻ്റെ വികാസത്തിന് സംഭാവന ചെയ്തൊരു വ്യക്തിയാണ് അർണോസ് പാതിരി. അർണോസ് പാതിരി മലയാളം സംസ്കൃതം നിഘണ്ടു, മലയാളം സംസ്കൃതം വ്യാകരണം, മലയാളം പോർട്ടുഗീസ് നിഘണ്ടു, മലയാളം പോർട്ടുഗീസ് വ്യാകരണം, ഇതെല്ലാം പുറത്തിറങ്ങി. അദ്ദേഹത്തിൻ്റെ മഷികാചരിത്രം പുത്തമ്പാന വളരെ പ്രസിദ്ധമാണ്. മലയാളത്തിൽ തന്നെ ആദ്യത്തെ മലയാള കാവ്യമതാണ്, ആദ്യത്തെ മലയാള കാവ്യം തന്നെ അതാണ്. ആദ്യത്തെ വിലാപകാവ്യം അദ്ദേഹത്തിൻ്റെ ഉമ്മായുടെ ദുഃഖമാണ്. നമുക്കറിയാം, സുബ്രഹ്മണ്യം പോറ്റിയുടെ ഒരു വിലാപം എന്ന കാവ്യം പുറത്തു വരുന്നതിന് എത്രയോ വർഷം മുമ്പ്, ഏകദേശം ഒരു 4 പതിറ്റാണ്ട് മുമ്പ് പുറത്തിറങ്ങിയതാണ് ഏത് അർണോസ് പാതിരിയുടെ വിലാപകാവ്യം ഉമ്മായുടെ ദുഃഖം. അങ്ങനെ മലയാള ഭാഷയ്ക്ക് വലിയ സംഭാവന അദ്ദേഹം നൽകിയത്. സംസ്കൃത പണ്ഡിതനായിരുന്നു അദ്ദേഹം. യൂറോപ്പിന് സംസ്കൃതത്തിന് വാതിൽ തുറന്നു കൊടുത്ത അദ്ദേഹമാണ്. യൂറോപ്പിലേക്ക് സംസ്കൃതം പ്രസരിക്കുകയാണ് ഉണ്ടായത്. ക്രൈസ്തവ സഭയും മിഷണറിമാരെയും വിമർശിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. യൂറോപ്പ് സംസ്കൃതം അറിഞ്ഞത് മിഷണറിമാരിലൂടെയാണ്. യൂറോപ്പിലെ പല സർവകലാശാലകളിലും യൂറോപ്പിലെ പല യൂണിവേഴ്സിറ്റികളിലും സംസ്കൃതം പഠിപ്പിക്കുകയുണ്ടായി. ഇന്ത്യയിലെ പല വേദങ്ങളും ഉപനിഷത്തുകളും യൂറോപ്പിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കാൻ കാരണം തന്നെ മിഷണറിമാർ പോർട്ടുഗീസ് ഭാഷയിലേക്കും അതുപോലെ തന്നെ ലാറ്റിൻ ഭാഷയിലേക്കും അതുപോലെ ഇംഗ്ലീഷിലേക്കുമൊക്കെ ഇന്ത്യയിലെ വേദഗ്രന്ഥങ്ങളും ഉപനിഷത്തുകളും പരിഭാഷപ്പെടുത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് യൂറോപ്പിലേക്ക് സംസ്കൃതത്തിൻ്റെ വാതിൽ തുറന്ന വ്യക്തിയാണ് അർണോസ് പാതിരി നമ്മൾ മനസ്സിലാക്കണം. ഫ്രാൻസിസ് സേവ്യർ, അർണോസ് പാതിരി, ഫാദർ കൈറോണി, അദ്ദേഹം ജെസ്യൂട്ട് പുരോഹിതനാണ്. കണ്ണൂർ കേന്ദ്രമാക്കിക്കൊണ്ട് കൃത്യമായി പുലയ സമുദായത്തിൻ്റെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അത് വിശദമായി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കയ്യിലൊരു റാംദലും പിടിച്ചുകൊണ്ട് പാവപ്പെട്ടവൻ്റെ കുടിലുകളിലേക്ക് കോളറയുടെ കടുത്ത പ്രതിസന്ധി പിടിമുറുക്കിയ കാലഘട്ടങ്ങളിൽ ഒരു വെള്ളപ്പൊക്കത്തിന് നീന്തിപ്പോയൊരു മനുഷ്യനാണ്. അങ്ങൊരു കോളനിയിൽ ചെന്നപ്പോൾ ഒരമ്മയുടെ നെഞ്ചത്തൊരു കുഞ്ഞ് പാല് കുടിച്ച് ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ്.
അങ്ങനെ ഒരു തോളിൽ അമ്മയും ഒരു തോളിൽ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് റാന്തൽ പിടിച്ചുകൊണ്ട് പോയ ഫാദർ കെയറോണിയെ നാട്ടുകാർ നേരിട്ട് കണ്ടതാണ്. പാവപ്പെട്ടവരുടെ പടത്തലവൻ ഫാദർ കെയറോണി അതുപോലെ ഒരു ജെസ്യൂട്ട് പുരോഹിതനായിരുന്നു. കോളറയുടെ കടുത്ത പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ വലിയ കുടിലുകളിലേക്ക്, കോളനികളിലേക്ക് റാന്തലുമായി നീന്തി കടന്നു എന്ന ഒരു മനുഷ്യനെക്കുറിച്ച്. മനുഷ്യരുടെ ഇടയിൽ പുലിയ കുടിലുകളിൽ കോളറ പിടിച്ചിരിക്കുന്നു. വെള്ളപ്പൊക്കവും കൂടിയാണ്. ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഒരു കൈയിൽ റാന്തലും പിടിച്ചുകൊണ്ട് നീന്തി പുലിയക്കുടികളിലേക്ക് പോയ ജെസ്യൂട്ട് പുരോഹിതനായിരുന്നു ഫാദർ കെയറോണി. അതുകൊണ്ട് ഫ്രാൻസിസ് സേവ്യർ, അർണോസ് പാതിരി, ഫാദർ കെയറോണി, അങ്ങനെ സമീപകാലത്ത് ഭരണകൂടത്തിൻ്റെ ഭീകരതയ്ക്കിരയായി മാറിയ സ്റ്റാൻസാമി വരെയുള്ള ജെസ്യൂട്ട് പുരോഹിതന്മാർ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ, കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ ആദിവാസികൾക്കും ദലിതുകൾക്കും പരവസമുദായത്തിനും മുക്കുവ സമുദായത്തിനും വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെ നമുക്ക് കാണാതിരിക്കാൻ കഴിയുകയില്ല. വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ ദാർശനികമായ അടിത്തറയിൽ പണിതെടുത്ത മിഷൻ പ്രവർത്തനത്തിൻ്റെ വികാസ രൂപങ്ങൾ എങ്ങനെയാണ് കേരളത്തിൻ്റെ ഗ്രാമങ്ങളെ മനോഹരമാക്കി മാറ്റിയത്. കേവലം സന്യാസാശ്രമം എന്ന് പറയുന്ന ധാരയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സേവനമാണ് പ്രധാനമെന്ന് പറഞ്ഞ് ആതുര മേഖലയിലും വിദ്യാഭ്യാസ മേഖലകളിലും കൃത്യമായി ഇടപെട്ടുകൊണ്ട്, ഗ്രാസ് റൂട്ട് ലെവലിൽ ഇടപെട്ടുകൊണ്ട് കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ജീവിതത്യാഗം ചെയ്ത മിഷണറിമാരാണ് ജെസ്യൂട്ട് പുരോഹിതന്മാർ, ഈശോ സഭയിലെ പ്രവർത്തകർ എന്ന് നാം അറിയണം. ആ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ കൂടി അറിയുമ്പോഴാണ് കേരളത്തിൻ്റെ നവോത്ഥാന സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രം പൂർണ്ണമാകുക. അതിനുവേണ്ടി വില കൊടുത്തവരാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പോടെത്തിയ ഈ നവീകരണ പ്രവർത്തകർ, ഈശോ സഭയുടെ പ്രവർത്തകർ, ജെസ്യൂട്ട് പുരോഹിതന്മാർ എന്ന് നാം തിരിച്ചറിയണം. അവരുടെ പ്രവർത്തനങ്ങൾ ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നു. അവരുടെ തീവ്രമായ, തീക്ഷ്ണമായ മനുഷ്യസ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിരാകരിക്കാൻ ചരിത്രം എഴുതുന്നവർക്ക് ഇനി സാധ്യമല്ല. ചരിത്രത്തെ മനസ്സിലാക്കുന്നവർക്കും ചരിത്രത്തിൻ്റെ പുതിയ വായന നടത്തുന്നവർക്കും കണ്ണു തുറന്ന് കാണാനുള്ള ചരിത്രം ജെസ്യൂട്ട് പുരോഹിതന്മാരുടെ ചരിത്രം കൂടിയാണ്. അവരാണ് നമ്മളെ ഇങ്ങനെ നമ്മളാക്കി തീർത്തത്.